I'm honored to be her sister. And it's always a pleasure to see every one of you gathered here on because ചേച്ചി ഒന്ന് വിളിച്ചാൽ എല്ലാവരും പറഞ്ഞതുപോലെ നമ്മൾ എല്ലാവരും ഓടിയെത്താൻ നോക്കും. കാരണം she's so dear to us. എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. I cannot explain, like I express my feelings towards her, how much I respect her and love her. Today morning I was telling Dr. Nainan Mathura, 2 times I called her yesterday. 4 times it went yesterday. It went straight to the voicemail. She never fixed her phone. I don't know what to do. And twice it went. The ring was going on, but she never picked up. This morning twice I called her. She didn't pick up. I was worried. I called him. So next time I'm doing this. If I don't hear her when I call and she doesn't call back, I will straight drive to her and give her a pinch because I am the sister. So beware of that. So, Mone, what I want to tell you is a big congratulations on your achievement. I remember once I read about Eleanor Roosevelt. She was saying, the future belongs to a person who dreams high. So here is the stage for you. The stage is set. Dream high. And Dr. Jayaram said, challenge yourself. Every challenge has it. There is a seed of opportunity in it. I believe that. And take it as a challenge in every path as you proceed. Never stay in your comfort zone, as he said. Challenge yourself, achieve high, dream high and achieve it. May God bless you all the time and give you all the fulfillment of what you desire. Thank you everyone. Enjoy the food. Excuse me. Do one more pinch her for me. Oh, I will gladly do that. ഞാൻ ഓർത്ത് സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഫാൻസി പറയാൻ പോകുന്നത് ഫോൺ എടുത്തില്ല, ഇന്നലെ എടുത്തില്ല, മിനിഞ്ഞാന്ന് എടുത്തില്ല. ഒരു കാര്യത്തിലുള്ള ഫോൺ കേടാണ്. ഞാനും ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. എന്റെ മക്കളോട് ചോദിക്കും, ഒരു സെക്കൻഡ്. 3 മക്കളുണ്ട്. ഒരുത്തനോട് പറയുമ്പോ പറയും ജോലിയാണ്, ഒരുത്തൻ പറയും 2.5 hours ദൂരത്തിലാണ്, ഒരുത്തൻ സോക്കറും മക്കളും ബിസിയാ. നമ്മൾ നാട്ടിൽ കേട്ടിട്ടുണ്ട് കൂടുതൽ അനന്തരവരുള്ള അമ്മാവൻ വെള്ളമിറങ്ങാതെ മരിച്ചു എന്ന്. ആ സ്ഥിതിയാണ് എനിക്ക് വരാൻ പോകുന്നത്. സെൽഫോൺ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ കൊണ്ടുവന്നപ്പോൾ അയാൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു 3 ആഴ്ചത്തേക്ക് ഔട്ട് ഓഫ് ടൗൺ. ലാൻഡ് ഫോൺ റിങ് ചെയ്യും, പക്ഷെ ആ റിസീവറിന്റെ ബാറ്ററി പോയിരിക്കുന്നു. അയൽവക്കത്തെ വെളുമ്പന്റെ അടുത്ത് ഞാൻ ഇന്നലെ 2ാമത്തെ മകന് ഫോൺ ചെയ്യിച്ചു. പൊന്നുപിള്ളയുടെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല, നീ ഇതുവരെ വന്നില്ല, ഞാൻ എന്ത് ചെയ്യാനൊക്കെ. പിന്നെന്നുള്ളത് അച്ഛകുഞ്ഞാണ്. പല പ്രാവശ്യം പറഞ്ഞു, മാത്രമുള്ളയാ പറഞ്ഞു, ആരും വന്നില്ല, ഫോൺ റിപ്പയർ ചെയ്യുന്നില്ല, ഞാൻ എന്ത് ചെയ്യും. അത് മതി കാര്യം ഞങ്ങളൊക്കെ പിന്നെ ഇരിക്കുന്ന പിള്ളേരാ. അത് ഓർക്കാതെ കയറി വല്ലതൊക്കെ വിളിച്ചു പറഞ്ഞാലേ. പിന്നെ ഞാൻ വിചാരിച്ചു ഫാൻസി ഇത്രയും ഫാൻസി ആയിട്ട് പറഞ്ഞുകൊണ്ട് വന്നപ്പോ ഞാൻ നാളെ പൊന്നി ചേച്ചിക്ക് ഒരു ഫോൺ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കും. ഒരു സെൽഫോൺ വാങ്ങിച്ചു കൊടുക്കും, ഒരു ലാൻഡ് ഫോണും കൂടെ ഒന്ന് വിചാരിച്ചതാ. ഇപ്പൊ പറയാം ഞാൻ പിഞ്ചു വന്നു. ഞാനത് ചെയ്താല് ഞാനൊരു മക്കളെവിടെ ഇരിക്കുമ്പോ ഞാൻ എടുത്തു ചാടി അത് ചെയ്യുമ്പോഴത്തേക്ക് മക്കൾക്ക് സങ്കടമല്ലേ. അവരുടെ ഓപ്പർച്യൂണിറ്റി ഞാൻ എടുക്കുന്നത് ശരിയല്ല. സോ ഫസ്റ്റ് വിൽ ബി ദ കിഡ്സ് ആൻഡ് ദെൻ കംസ് ദ സിസ്റ്റർ. ഒരു കുഴപ്പമില്ല, ഒരു സിസ്റ്റർക്ക് ചെയ്തു കൊടുക്കേണ്ട അതാണ്. പിന്നെ ഈ കാര്യം പിന്നെ ഞാൻ നാളെ ഇവിടുത്തെ ഡ്രൈവ് ചെയ്ത് പിഞ്ചാനായിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ എനിവേ അതിന് തീരുമാനമായി. ഫാൻസി ഗോയിങ് ടു ടേക്ക് കെയർ ദാറ്റ്. ആരെങ്കിലുമൊക്കെ വന്നാൽ സംസാരിക്കാം. അത് കഴിഞ്ഞാൽ ആൻഡ്രൂസ് ഇവിടുത്തെ ഏറ്റവും വലിയ ഗായകനും അതുപോലെ തന്നെ അദ്ദേഹം എന്താ പറയുക സ്റ്റാൻഡപ്പ് കൊമേഡിയനും ഒക്കെയാണ്. ആൻഡ്രൂസ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഇത് തുരുമ്പ് പിടിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. സോ ബിഫോർ ഹി കംസ്, അതോ ഇനി ഞാൻ പേര് വിളിക്കണം? അപ്പൊ ആരൊക്കെയാന്ന് വെച്ചാൽ ഇങ്ങോട്ട് പോരണം. ടു സ്റ്റാർട്ട് വിത്ത് മിസ്റ്റർ സുരേന്ദ്രൻ നായർ, പൊന്നി ചേച്ചിയുടെ